പരിക്കേറ്റ കുരങ്ങനെ രക്ഷകരായി പൊന്മുടി സ്റ്റേഷനിലെ പോലീസുകാർ. കൈകളിലും വായിലും ഒക്കെ മുറിവേറ്റ കുരങ്ങിന് ഫസ്റ്റ് എയ്ഡും ഭക്ഷണവും ഒക്കെ നൽകിയപ്പോൾ അവസ്ഥയെല്ലാം മറന്ന് ആളം ഉഷാറായി. മരത്തിൽ നിന്ന് വീണുണ്ടായ മുറിവാണോ അതോ ഷോക്ക് ഏറ്റ് തറയിൽ വീണുണ്ടായ മുറിവാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷെ എന്തായാലും വീണ്ടും കാട് കയറാൻ ആള് ഫോറസ്റ്റുകാർക്കൊപ്പം പോയിട്ടുണ്ട്. ഏത് ജീവനായാലും അതിന്റെ ജീവനൊരു വിലയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. അപ്പോൾ അതാ പോലീസുകാരെ കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് കുരങ്ങിന് ജീവൻ തിരിച്ചു കിട്ടി. വെള്ളം കൊടുക്കുന്നുണ്ട്, മറ്റൊരു പോലീസുകാരൻ തൊട്ടപ്പുറത്ത് നിന്ന് വീശി കൊടുക്കുന്നുണ്ട്. ശരിക്കും നന്മയുടെ ഒരു കാഴ്ച തന്നെ. നമ്മൾ സാധാരണ ഫോറസ്റ്റുകാരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നന്മയുടെ കാഴ്ചകൾ പങ്കുവെക്കാറുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഈ പോലീസുകാരുടെ ജീവൻ രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ച കൂടി. ഇന്ദുലേഖാരിയോട് ചേരുന്നുണ്ട് നമുക്കൊപ്പം തത്സമയം. ഇന്ദു, ശരിക്കും മനസ്സിൽ നിറച്ച ഒരു കാഴ്ച, വലിയ സന്തോഷം നൽകുന്ന കാഴ്ച. ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ചകൾ, ഇങ്ങനെയുള്ള നല്ല കാഴ്ചകൾ തന്നെയാണ് പോലീസുകാരുടെ ഭാഗത്ത് നമ്മൾ കാണാനായി ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോസ് ദിനം പ്രതി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നതല്ലേ, ഇതുപോലെ അപകടം പറ്റിയിരിക്കുന്ന മൃഗങ്ങളെയൊക്കെ രക്ഷിക്കുന്ന ആൾക്കാരെ, അവരുടെ നല്ല മനസ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് വരാറുണ്ട്. അത് അത്തരത്തിലൊന്നാണിത്. പൊന്മുടിയിൽ കഴിഞ്ഞ ദിവസം പരിക്കേറ്റ് കിടന്ന ഒരു കുരങ്ങനെ രക്ഷിക്കുന്ന 2 പോലീസുകാരാണ്. പൊന്മുടി പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള ഗോപനും അതുപോലെ തന്നെ അവിടെയുള്ള സഹപ്രവർത്തനായിട്ടുള്ള രഞ്ജിത്ത് രവീന്ദ്രനും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് തന്നെ പറയാം. പൊന്മുടിയിൽ അവിടെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു യാത്രക്കാരനാണ് ആദ്യം ഈ കാണുന്നത്, ഈ കുരങ്ങനെ, അവശ്യ നിലയിലുള്ള കുരങ്ങനെ കാണുന്നത്. മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ പെട്രോളിങ്ങിലുള്ള പോലീസുകാരെ വിവരം അറിയിച്ചു. അങ്ങനെ ഇരുവരും വന്ന് നോക്കുകയായിരുന്നു എന്താണ് സംഭവമെന്ന്. അപ്പോൾ 2 കൈയിലും വായിലും ഒക്കെ മുറിവുമായിട്ടിരിക്കുന്ന ഒരു കുരങ്ങനെയാണ് കാണുന്നത്. ഏകദേശം 2 ദിവസത്തോളം മുറിവിനൊക്കെ പഴക്കമുണ്ടെന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമായിരുന്നു. പെട്ടെന്ന് തന്നെ മുറിവിലൊക്കെ ചെയ്യാൻ പറ്റുന്ന മരുന്നുകളൊക്കെ കൊടുത്ത്, വെള്ളവും അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ വാങ്ങിക്കൊടുത്ത് ആളെ ഒന്ന് ആദ്യം തന്നെ ഉഷാറാക്കിയെടുത്തു. പിന്നെ പാലോട് ഫോറസ്റ്റിലെ വിവരം അറിയിച്ചു ഫോറസ്റ്റുകാരെ. അവർ വേഗം തന്നെ സ്ഥലത്തെത്തി വന്ന് കുരങ്ങനെ കൂട്ടിയിട്ട് പോവുകയാണ് ചെയ്തത്. ഇനി കൊണ്ടുപോയി വനത്തിലേക്ക് തുറന്നു വിടും. ഏത് തരത്തിലാണ് ഈ കുരങ്ങനെ മുറിവേറ്റതെന്ന് വ്യക്തമല്ല. കാരണം എന്തെങ്കിലും അടിപിടിക്കിടെ മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് താഴേക്ക് വീണ് മുറിവേറ്റതാണോ അതോ ഇലക്ട്രിക് ലൈൻ കമ്പിയിൽ വല്ലതും ഇരുന്നപ്പോൾ ഷോക്കടിച്ച് താഴെ വീണ് മുറിവേറ്റതാണോ എന്നൊന്നും വ്യക്തമല്ല. പക്ഷേ അത്ര ഗുരുതരമായ പരിക്കുകളല്ല ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. വേഗം തന്നെ സുഖം പ്രാപിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. മനുഷ്യത്വമുള്ള മനുഷ്യർ ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ആർക്കായാലും ഒരു കൊച്ചു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ കുരങ്ങനില്ല. അത് വീടു കൃത്യസമയത്ത് തന്നെ ഇടപെട്ടതുകൊണ്ട് രക്ഷാപ്രവർത്തനം ബലം കണ്ടു. പിന്നീട് അങ്ങ് കാട് കയറി.